Good morning to all. Good morning, ma'am. 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 Yeah, good morning. Good morning, ma'am. Good morning. Okay, start ചെയ്യാം നമുക്ക്. Yes, ma'am. Start with prayer. ഓക്കെ മാം. ഇന്ന് ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് ഗണേശിന്റെ ഒരു പാട്ട് പാടാം. Prayer ആരാ ചൊല്ലുക? ഞാനാണ് മാം. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. താങ്ക് യു മാം. ചെറിയതാണ്. Okay, then Course ഞാൻ പറയാം. yeah, okay. If you want to shine like a sun, first burn like a sun. APJ Abdul Kalam. Then signing. Signing ആരാ? മാം സൈൻ ആദ്യ മാം പറഞ്ഞു സൈനിനൊന്നും സമയമില്ല, അതുകൊണ്ട് പ്രേയറും മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ആരും റെഡി ആയിട്ടില്ല തോന്നുന്നു. Okay, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. Yeah, okay. So നമുക്ക് ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ കയറിയതാണ് കേട്ടോ. ഇൻഫോം പോലും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോ സ്പീച്ചില് നമുക്ക് എക്സ്പ്ലനേഷൻ ആണ്. അത് മാത്രമല്ലോ പറയാനുള്ളൂ അല്ലേ? ആണോ? ഇതാണല്ലോ പറയാത്തത്. പറയുന്നു എല്ലാം കഴിഞ്ഞോ? റെക്കോർഡ് സ്പീച്ച് കംപ്ലീറ്റ് ആയോ? ഇല്ല മാം, എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു മാം. റിപ്പോർട്ട് സ്പീച്ച് ഓരോരുത്തർക്കും ഓരോ പോർഷൻ കൊടുത്തിരുന്നു. ആ, ഓക്കെ. എല്ലാ പോർഷനും കംപ്ലീറ്റ് ആയോ? കഴിഞ്ഞല്ലോ മാം, കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. എക്സ്പ്ലനേഷൻ എല്ലാം കഴിഞ്ഞല്ലോ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? എക്സ്പ്ലനേഷൻ കഴിഞ്ഞില്ല മാം. അതുണ്ട് മാം, അത് മാത്രമുണ്ട്. സോറി മാം. ഓക്കെ, അപ്പൊ എക്സ്പ്ലനേഷൻ ഇപ്പോ എല്ലാവരും പ്രസന്റ് ആണോ? ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടോ ക്ലാസ്സില്? ഞാനേ ഉള്ളു മാം, വേറെ ആരാണ് അറിഞ്ഞത്? ഞാൻ മാത്രമേ ഉള്ളൂ. പറയുന്നുണ്ടോ അനുശ്രീ? പറയാം മാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ സ്ട്രോങ് ഫീലിങ്ങും ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്ന ആ സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞത്. നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ എക്സ്ക്ലമേറ്ററി സിംബൽസ് ഉപയോഗിക്കത്തില്ല. അതായത് ഹലോ, ഓ, അലാസ്, ഗോഡ്. നമ്മൾ സെന്റൻസ് നമുക്ക് ഈ ഇതിൽ കിട്ടും, ഹലോ, അലാസ്, ഗുഡ്, ഹെവൻസ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ അത് റിമൂവ് ചെയ്ത് കളയും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? റെസ്പോണ്ട് ചെയ്യൂ. ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസ് വരുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യില്ല. പിന്നെ ഇതിന് ചെറിയ കേസസ് ഉണ്ട്. അതായത് എക്സ്ക്ലൈമഡ് നമ്മൾ ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കി മാറ്റുമ്പോൾ പല കേസസ് വഴിയാണ് നമ്മൾ ഈ
എന്താണ് ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസസിനെ ഇൻഡയറക്ട് സ്പീച്ചിൽ ഉണ്ടാക്കും പല കേസസ് വഴിയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എക്സ്ക്ലൈംഡ് നമ്മൾ പല രീതിയിൽ എക്സ്ക്ലൈംഡ് ബിറ്റർലി, എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, ഷൗട്ടഡ് ഇൻ ഡിലൈറ്റ്, ക്രൈഡ് ഔട്ട് ഇൻ ജോയ്. അതായത് ഇത്രയും സെന്റൻസ്, അതായത് നമ്മൾ സന്തോഷത്തിന്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പം സന്തോഷത്തില് നിലവിളിച്ച ആ ഓരോ വാക്കുകളില്ല, ആ വാക്കുകളിൽ നമ്മൾ എക്സ്ക്ലൈംഡ് എന്ന വാക്ക് ഉപയോഗിക്കും. അതായത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ വുമൺ, നമ്മുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ മൈ ഫ്രണ്ട് സെഡ്. വാട്ട് എ, അതാണ് സെന്റൻസ്. അത് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ മൈ ഫ്രണ്ട് ആണ് പറയുന്ന സബ്ജക്റ്റ്. മൈ ഫ്രണ്ട് എക്സ്ക്ലൈംഡ് ദാറ്റ് ഷീ വാസ് എ ബ്യൂട്ടിഫുൾ വുമൺ. അവിടെ എക്സ്ക്ലൈംഡ് ഉപയോഗിക്കും. ഷീ, മനസ്സിലാവുന്നുണ്ടോ? അതൊന്നുകൂടെ പറയൂടാ. അതൊന്നുകൂടെ പറഞ്ഞേടാ. വാട്ട് എ ബ്യൂട്ടിഫുൾ വുമൺ, മൈ ഫ്രണ്ട് സെഡ്. ഷീ ഈസ് മൈ ഫ്രണ്ട് സെഡ് എന്ന് അത് ഇടയ്ക്ക് ഇങ്ങനെ എക്സ്ക്ലമേഷൻ വഴി ചേർക്കുന്നത് ആ വാക്ക് ഷീ ഈസ്. അപ്പം മൈ ഫ്രണ്ട് സെഡ്, മൈ ഫ്രണ്ട് ആണ് അത് എഴുതേണ്ടത്. എക്സ്ക്ലൈംഡ് ദാറ്റ് ഷീ ഈസ് എന്നുള്ളത് ഷീ വാസ് ആവും. ഷീ വാസ് ബ്യൂട്ടിഫുൾ വുമൺ, അല്ലെങ്കിൽ വെരി ബ്യൂട്ടിഫുൾ വുമൺ നമുക്ക് ഇടയ്ക്ക് ചേർക്കാം. അതാ ബ്രാക്കറ്റിൽ അവർ ഇട്ടേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വിഷ് ചെയ്യുവാണെങ്കിൽ, വിഷ് എക്സ്പ്രസ് ചെയ്യുന്നത്, എന്തെങ്കിലും ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റിലത്തെ ഒരു എക്സാമ്പിൾ ഉണ്ടോ, വിഷ് യു എ ഹാപ്പി ജേർണി, മൈ ബോയ് ഫ്രണ്ട് സെഡ്. ഹാപ്പി ജേർണി നമ്മൾ വിഷ് ചെയ്ത് വിടുവല്ലേ, അത് ഹാപ്പി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. അപ്പൊ മൈ ബോയ് ഫ്രണ്ട് വിഷ്ഡ്, അവിടെ വാക്ക് വരുന്ന വിഷ്ഡ്. നമ്മൾ യാത്ര അയക്കുമ്പോൾ നമ്മൾ ഹാപ്പി ജേർണി എന്ന് പറഞ്ഞല്ലേ എല്ലാവരും അയക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഫോൺ വഴി നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഗൾഫിൽ ആരെങ്കിലും പോകുമ്പോൾ ഹാപ്പി ജേർണി എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടത്തില്ലേ, അതുപോലെ ഈ വിഷ് ചെയ്യുന്ന, അത് വിഷ് ചെയ്യുക, അവിടെ നമ്മൾ വിഷ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏത് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്? വിഷ്ഡ്. മൈ ബോയ് ഫ്രണ്ട് വിഷ്ഡ് മീ എ ഹാപ്പി ജേർണി. മനസ്സിലായോ? മനസ്സിലായി. ആദ്യമായിട്ട് എടുത്ത് ശീലമുണ്ട്, അതുകൊണ്ടാ. നമ്മളങ്ങനെ എടുത്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടടാ, ഉണ്ട്. മനസ്സിലായി. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രെയർ. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന നടക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഓഫറിംഗ് നടക്കുമ്പോഴുള്ള ഈ പ്രാർത്ഥന ബേസ്ഡ് ഉള്ള വാക്കുകൾ നമ്മൾ വരുമ്പോൾ പ്രേയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പ്രേയർ. അതിന്റെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കേ. മേ ഗോഡ് ബ്ലെസ് യു സെഡ് ദ ഓൾഡ് വുമൺ ടു ദ ഗേൾ. അപ്പം ദൈവമേ കാത്തുരക്ഷിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലെസ് ചെയ്യുക. അപ്പൊ പ്രേയർ എന്ന വാക്കാ വരുന്നത്, പ്രാർത്ഥനാഭരിതമായ വാക്കുകൾ. അപ്പം ദ ഓൾഡ് വുമൺ പറയുന്നത്, അപ്പം സെഡ് എന്ന എക്സ്ക്ലൈംഡ് ഒന്നും നമ്മൾ പറയത്തില്ല. പ്രേഡ് ദാറ്റ് ഗോഡ് മൈറ്റ്, മേ എന്നുള്ളത് മൈറ്റ് ആവും. ബ്ലസ്, ആരെ ബ്ലസ് ചെയ്തത്? ദ ഗേൾ. മനസ്സിലായോ? മനസ്സിലായി. ദെൻ അതിന് ബേസ് ചെയ്തുള്ള എക്സാമ്പിളാ. പിന്നെ ദെൻ സുമയ സെഡ് ഹാപ്പി വിഷു എക്സാമ്പിൾ തന്നിരിക്കുന്നത്. വിഷ് ചെയ്യുക, ഹാപ്പി വിഷു, ഹാപ്പി ഓണം, അങ്ങനെയൊക്കെ വിഷ് ചെയ്യുന്നതാണ്. സുമ സെഡ് ഹാപ്പി വിഷു. അപ്പം സുമയാണ് സബ്ജക്റ്റ് വരുന്നത്. സുമ വിഷ്ഡ് അസ് എന്നും പറയാം, നീ എന്നെയാണ്. ഹാപ്പി വിഷു. മനസ്സിലായോ ഇവിടെ? ഈ 3 കേസസ് ആണ് ഈ മെയിൻലി നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, മനസ്സിലായി. മാം. താങ്ക് യു മാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചോദിക്കൂ. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ ശ്രീ. ദെൻ നമുക്കിപ്പോ 4 ഡയറക്ട് സ്പീച്ചിലെ 4 ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി. സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻ, ദെൻ ഇതായിരുന്നു എക്സ്പ്ലനേഷൻ, ദെൻ ഇംപെറേറ്റീവ്സ്. 4 കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം. ഇതില് എക്സ്പ്ലനേഷനും ഇംപെറേറ്റീവ്സിനും അധികം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. പൊതുവെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനാണ് എന്താണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം കേട്ടോ. നോട്ട്ബുക്ക് എടുക്കാം, ഞാൻ പറയുന്നത് എഴുതാം. ഞാൻ ടൈപ്പ് ചെയ്യണോ? പറഞ്ഞു തന്നാ മതിയില്ലേ? ടൈപ്പ് ചെയ്യണോ? പറഞ്ഞാ മതി മാം. പറഞ്ഞാ മതി. Yeah, she said ആൻസർ എഴുതണ്ട അടുത്ത കാര്യം. ഒന്നില്ലെങ്കിൽ ആൻസർ ആ സ്പേസ് വിടാം, ക്വസ്റ്റ്യൻസ് മാത്രം എഴുതാം. ഓക്കെ, she said she works in New York Times. She said she works in New York Times. She said she works in New York Times. She Said she work എന്നാണോ മാം? ഞാൻ ടൈപ്പ് ചെയ്യാം. She works on. ടൈപ്പ് ചെയ്ത് നന്നായിട്ട് She കൂടെ വർക്ക് വരുമോ? വർക്ക്സ് ആണ് കേട്ടോ. Yeah, she works in New York Times. He said I write book. The boy said he goes to school daily. They said ആണ് ട്ടോ. The said അല്ല, they said. They said we love our country. She said I'm happy. She's playing cricket, John said. She said they are watching movies. The girl said I have finished my work.
He said he has written a novel. She said, I have been learning English. She said, I have done the project. He said they have gone home. I have never been to London, he said. They said we shall overcome this problem. He said I wrote a letter. She said I was singing a song. Mira said I have done my homework. I will help you, he said. She said I need some help. He doesn't like tea, he said.
He said we were talking about you. He said I will study a book. He said I will have finished the book. She said they will have passed the exam. She said I can go there. The girl said I should obey you. He said I will help you. He said I couldn't read this book. Okay. ഇപ്പൊ എത്രയായി എന്ന് പറയോ? കൗണ്ട് ചെയ്ത് കാര്യം. 28. 30. He said I will call you later. Sir, I will call you later.
She said, we were studying when he called. He said they will be waiting for us. Okay, എല്ലാത്തിന്റെയും ആൻസർ ചെയ്യുക.
ഇതില് they said I wrote a letter എന്നൊരു സെന്റൻസ് ഇല്ലേ? കണ്ടോ? They said I wrote a letter. Sorry, he said ആണ്. കറക്റ്റ് ആണ് കേട്ടോ, മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയുള്ളേ. ഞാൻ നോക്കുമ്പോ ഇവിടെ ആരുമില്ല, ഒന്നും കേൾക്കണില്ല, മിസ്സിനെയും കാണുന്നില്ല. നേരത്തെ തുടങ്ങി ഇങ്ങനെ തന്നെ ആർന്നാ അതോ ഇപ്പൊ തുടങ്ങിയതാണോ? അല്ലടാ, വർക്ക് തന്നേക്കുവാ. ഞാൻ വർക്ക് കൊടുത്തേക്കാണ് ഷംല, അതെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണേ. ഓക്കെ മാം, ഓക്കെ. ഷംല, ഞാൻ ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്യാതെ എഴുതിയെടുക്കൂട്ടോ.
കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാവരുടെ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്താണ് മിണ്ടാതെ? കഴിഞ്ഞു, മതി. അത് നോക്കാം, സമയമില്ല കേട്ടോ. First one, he said, I write a book. A book ഉണ്ട് കേട്ടോ. He said, I write a book. എന്ത് വരും? എങ്ങനെ വരും? ഫസ്റ്റ് ഷീ സെഡ് ഷീ വർക്ക്സ് ഇൻ ന്യൂയോർക്ക് ടൈംസ്. Okay, he said, yeah, she said she works in New York Times. Yeah, പറയൂ. എന്താണ് വരാ? എന്താ സ്പീച്ച് പറയൂ? She said that She worked in New York Times. yeah, she worked in New York Times. Okay, next. He said I write a book. He said that He said that he wrote a book. വരുമോ മാം? ഒരു A അവിടെ A മിസ്സിംഗ് ആണ് കേട്ടോ.
ഓക്കെ ഓക്കെ. എന്തായാലും കുഴപ്പമില്ല, റൈറ്റ് റോട്ട് ആകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. The boy said he goes to school daily. The boy said that he went to school. Yeah. The boy said that he went to school daily. Went വരുക. Then they said, they ആണ് കേട്ടോ അത്. ഞാൻ ഇവിടെ പറഞ്ഞ ബോയ് സെഡ് അതിന്റെ ആൻസർ ഡൗട്ട് ഉണ്ട്. The boy said He goes to school എന്ന് പറയുമ്പോ he went ആകും. He went to school. Then they said, we love our country. He said that they loved our country. They love Yeah. They said that they They love, love their country. their country. They love their country എന്ന് വരും. She said, I'm happy. She said that she was happy. She said that she was happy. He's playing cricket, John said. Johnson. John said that he was playing. He's playing. John said that He was played cricket. He was playing cricket. he Was playing cricket. Played ആവത്തില്ലേ? Played അല്ല, He Playing അല്ലേ? He was playing cricket എന്ന് എഴുതിയത്. was playing. okay. She said, I'm happy. he said that she was happy. She was happy. She was happy. Now he is playing cricket. He was He playing. was playing cricket. Played. Yeah, correct answer. She said they are watching movies. She said that they were watched. They were watching movies. The girl said, I have finished my work. The girl said that she Girl had said that she had finished The girl her said that work. finished her work. The girl said that she had finished her work. Okay. She had finished her work. He said that he has written a novel. she said that She had read the novel. Yeah, he said that he had written a novel. She said, I have been learning English. She said that she had been learning English. She said that she had been learning English. Then he said, I have done the project. He said that He said he had done he had done the project. Yeah, he had done the project. He said they have gone home. He said that they had They Gone had home. gone home. gone. I have never been to London. I have never been to London. He said. He said that he had never. He had been never been. He had been in London. He said that he had never been to London. Okay. Have to had item on. They said we shall overcome this problem. They said that they they would would overcome this problem. No, they said They said that they would overcome this problem. should എഴുതി. Should Should പോയി. should alada. We good would. അല്ലെന്ന് നാല് വന്നോണ്ട് വുഡ് തന്നെ വരും മാം. അത് ഡൗട്ടായിരുന്നു. വുഡ് തന്നെയാണോ വരുന്നത്? Wood ആണ്. ബില്ലും ഷാനും സെയിം അല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ട് wood ആണ് കേട്ടോ. We would overcome this problem. this problem. That problem. problem. This that problem. That problem.
They said that we would overcome. They would overcome this problem. Okay, they would overcome that problem. Corrected in that all. They said that they would overcome that problem. Then he said, I wrote a letter. He said that he had written a letter. He said that he had written a letter. She said, I was singing a song. She said that, She had been singing a song. yeah, she had been singing a song. Mia said, I had done my homework. Mia said that she had done my homework. Done her homework. homework. She മാത്രം വരുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. She had ആണ് വരാ. Then I will help you. He said. He said that he would help me. Yeah, he said that he would help you. She said I need some help. അവിടെ നേരത്തെ മീഡ് അവിടെ ഹെൽപ്പ് മീ എന്ന് വരുമോ യുവിന്റെ അവിടെ അവനെ മാറ്റണം. ഇല്ല, നീഡ് എന്താണ്? നീഡ് ഒരു വെർബല്ലേ? വെർബിന്റെ പാസ്റ്റ് ഫോം അവിടെ അത് സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. ഐ നീഡ് സം ഹെൽപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് നിങ്ങളുടെ കാരണം സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാം. She said that she needed some help. Needed ആകും കേട്ടോ. അല്ല മാം, നേരത്തേത് മറ്റേ ഐ വിൽ ഹെൽപ്പ് യു ഹി സെഡ് എന്നുള്ളത് ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് യു എന്ന് തന്നെ മതിയല്ലോ. You ആണ്. ഓക്കെ. Okay, then she doesn't like tea, he said. She said that she didn't like. She didn't like tea. He said we were talking about you. He said that they had been talking about you. Past continuous അല്ലേ? അത് verbal continuous മാറും. They had been talking about you. He said, I will study a book. He said that he would study. Yeah, he would study a book. And he said, I will have finished the book. He said that he would have finished them. Yeah, he would have finished. Here she said they will have passed the exam. He said that they would. Yeah, they would have them. Then he said, I can go there. He said that he could. He said that he could. He could go there. The girl said, I should obey you. She should obey you. Okay? She should obey you. He said, I would help you. He would help you. He would help you. Yeah. He said, I wouldn't read this book. No doubt on the man. He said, he couldn't read That. I മാത്രം മാറ്റിയാ മതിയല്ലേ? I use this to മാറ്റണം. I he ആകും this that ആകും. അവൻ ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഈ ബുക്ക് വായിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ പറയും? ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് ആ ബുക്ക് വായിക്കാൻ പറ്റില്ല എന്നല്ലേ പറയുള്ളൂ. അപ്പൊ ദിസ് എന്താകും ദാറ്റിലേക്ക് മാറും. മാറിപ്പോയിട്ടാണ്. Then he said, I will call you later. He said that he would call you later. He said that he would call you later. He said that. He would. They would. Call you. Call you. അവൻ പറഞ്ഞു ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. കോൾ മീ വരും അല്ലേ? കോൾ മീ വരും കേട്ടോ. അവൻ പറഞ്ഞു യൂള്ളടുത്തൊക്കെ മെയിലാവും. അപ്പം
ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, ഞാൻ നിന്നെ പിന്നെ വിളിക്കാന്നാ പറഞ്ഞത്. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്. നിങ്ങളത് വേറൊരാൾ പറയാണ്, മിസ് പറഞ്ഞു എന്നെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു എന്നൊക്കെ പറയൂ. Okay. മനസ്സിലായോ? ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളോട്? ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ഞാൻ എന്താ പറഞ്ഞിപ്പോ? എന്നെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ടീച്ചർ. അത്രയേ ഉള്ളൂ. അപ്പോ he said he will call me later. അപ്പോല മിസ്സേ, ഈ യു വരുന്നിടത്തും മീ ആവൂലല്ലോ, ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ മാത്രമല്ലേ മീ ആവുള്ളൂ. അതെ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മാത്രമേ ഈ ആവാം. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ മാറാന്ന്. അങ്ങനെ മാത്രമേ മാറുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും യു തന്നെയാണ് കേട്ടോ. അപ്പൊ പക്ഷെ നേരത്തെ പറഞ്ഞതോ അവിടെ എനിക്ക് ഇപ്പോഴും ഡൗട്ട്. ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ളത് നമ്മളെ സഹായിക്കുന്ന കാര്യം അല്ലേ? ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം എന്നല്ലേ പറയുള്ളൂ. അപ്പൊ പറയാണ്, മിസ് പറഞ്ഞു അവൻ എന്നെ സഹായിക്കാനല്ലേ വരുന്ന അല്ലല്ലേ? ഐ വിൽ ഹെൽപ്പ് യു, ഐ വുഡ് ഹെൽപ്പ് യു തന്നെയാണ്, മാറ്റം വരുത്തല്ല. ഇവിടെ എന്താണ് പറഞ്ഞേ? ഐ വിൽ കോൾ യു ലേറ്റർ എന്നാ പറഞ്ഞേ. ഇത് മലയാളത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, മിസ് പറഞ്ഞു എന്നെ പിന്നെ വിളിക്കാമെന്ന്, അല്ലേ? അല്ല മിസ്, മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ പ്രശ്നം. കാരണം ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ആ ഒരു നിന്നെ എന്നുള്ളത് നമ്മൾ വരും. മലയാളം പ്രശ്നവും. കോള് വരുന്ന സ്ഥലത്ത് നിന്നെ ആക്കല്ലേ, നിന്നെ വിളിക്കാന്ന് ഇംഗ്ലീഷ് തന്നെയാ ബെറ്റർ. മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ തന്നെ പഠിക്കൂട്ടോ. ഐ വിൽ കോൾ യു ലേറ്റർ, he would call me later. Okay. Next we were studying when he called. She said She had was she said she was studying. no, she said അവൻ പറഞ്ഞു ഞങ്ങൾ പഠിക്കായിരുന്നു അവൻ വിളിച്ചപ്പോൾ. had been ആണ്. She said they had been studying when He called. അതിലേ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോ എന്ത് വരും? She said we were studying when he called. She said that they had been studying when he called. അതായത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ആണോ? അപ്പൊ എന്ത് വരും? Past perfect. Then he said they will be waiting for us. He said that they would be waiting for them. They would be waiting for us. അവിടെ അസ് തന്നെയാണോ മാം വരിക? Us തന്നെയാണ് കേട്ടോ. They would be waiting for us. Us തന്നെയാണേ. Next she അപ്പോലേ said ഞാൻ ഒരു ചെറിയ ഡൗട്ട് ചോദിക്കട്ടെ. അവർന്ന് വരുമ്പോ ദമ്മാവില്ലേ? he said they would be waiting for them ആണ് കേട്ടോ. അതാണ് ഞാൻ ദമ്മാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. ദമ്മാണ് മിസ്റ്റേക്ക് ആണ്, ദമ്മാണ്. പിന്നെ ഒരു കാര്യം, സമയമില്ല, പെട്ടെന്ന് പറയാണ്. ഇപ്പൊ ഇത്രയും ഞാൻ ഡയറക്റ്റ് സ്പീച്ച് തന്നു, ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇത് പഠിക്കും. ഇനി അഥവാ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ക്വസ്റ്റ്യൻസ് തരാം, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരാനുകളുണ്ട്, അത് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല, ഇത് അങ്ങനെ തന്നെ പഠിക്കുക. ഇതിൽ നിന്ന് ഒരുപാടൊന്നും വരില്ല, കുറച്ച് മാത്രമേ വരുള്ളൂ കേട്ടോ. അതൊക്കെ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ വേറെ ഡൗട്ട്സ് ഒന്നുമില്ല, നമ്മുടെ ചാപ്റ്റേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രേസൽ വേർബ്സിൽ ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ നാളെ മുതൽ നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യൂ കേട്ടോ, നന്നായിട്ട് നോക്കിയിട്ട് വരൂ. ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വരെ നോക്കിയിട്ട് വരൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി
ക്ലാസ് എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കിയിട്ട് വരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫ്രീസർ ബോബിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇനിയില്ല. ക്ലിയർ ആണ് എല്ലാവരും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മാം. ഇതില് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട്ലി എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഇത് തീരെ മനസ്സിലാവാതെ, അതായത് ഗൂഗിൾ റെഫർ ചെയ്തിട്ടും തീരെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ട്യൂഷൻ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ. പക്ഷെ ഇപ്പം ഈ ഒരു ഇതിൽ ചെയ്തതിലൂടെ എനിക്ക് കുറേ ഭാഗം ക്ലിയർ ആയി. സെയിം അവസ്ഥ മാം എന്റെയും. ഒന്നും പിള്ളേർക്ക് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കണോന്നൊരു ഡൗട്ടായിരുന്നു. ഈസി ആയിട്ട് ടെൻസ് പഠിപ്പിച്ചിട്ട് പറയുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലാതെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇതിപ്പോ ഞാൻ ടെൻസ് എടുക്കാൻ മുന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളെ ഫുള്ള് കിളി പോകും. ഇത് ടെൻസ് നിങ്ങൾക്ക് അറിയാം. ടെൻസ് ഏകദേശം നിങ്ങൾ പഠിച്ചു. അതിനുശേഷം ആക്റ്റീവ് വോയിസ് എടുക്കുമ്പോൾ എളുപ്പമാണ്. ആക്റ്റീവ് വോയിസ് ഗേൾസ് സ്പീച്ച് അതിനുശേഷം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതിപ്പോ ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരി, എന്തോ ടെൻസ് എടുത്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ടെൻസ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാം. നന്നായിട്ട് പഠിക്കുക. നോക്കിയിട്ട് വരൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, നമ്മുടെ അഡ്ജക്റ്റീവ്സ്, ആഡ്വർബ്, നൗൺ, ഇതൊക്കെ ആ നൗൺ പോർഷനിൽ ക്വസ്റ്റ്യൻ വരാറേ ഇല്ല കേട്ടോ. അപ്പൊ അഡ്ജക്റ്റീവ് ആഡ്വർബ് മാത്രം നോക്കിയാലും മതി. ഓക്കെ, കാരണം നൗൺ എല്ലാവർക്കും ഒരു ഡൗട്ട്സ് ആണ്. അതുകൊണ്ട് അതിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ബാക്കി അങ്ങനെ അറിയാലോ. എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. പിന്നീട് ക്ലാസ് എന്തൊക്കെയാണെന്ന് പറയാൻ എടുക്കേണ്ടതുണ്ട്. എന്തോ മാം, എക്സാമിന് ഇംഗ്ലീഷ് പ്രത്യേകമല്ലല്ലോ പരീക്ഷ വരുന്നത്. ഈ മൊഡ്യൂള് മറ്റേ അതിന്റെ കൂടെ അല്ലേ ചോദിക്കുന്നത്? മറ്റേ മോണ്ടിസോറിയുടെ അല്ല, പ്രത്യേകമാണ്. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 100 മാർക്സിലാണ് എക്സാം. ഓക്കെ, എനിക്ക് പിന്നെ കോൺടെക്സ്റ്റ് എടുക്കണം. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാം നോക്കിയിട്ട് വരാം. റിവൈൻഡ് ചെയ്യാം. ഒരു ദിവസം കൊണ്ട് നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, മറക്കരുത്. എല്ലാം കഴിഞ്ഞു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സൈൻ ഔട്ട് ഒന്നുമില്ലല്ലോ. സൈൻ ഉണ്ടായിരുന്നു, സൈൻ ഔട്ട് ഒന്നല്ല. ഓക്കെ, തമന്ന എങ്ങനെയുണ്ടായിരുന്നു? പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ മാം, പ്രാക്ടിക്കൽസ് ആണോ? അടിപൊളിയായിരുന്നു. മിസ്സിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, സത്യം. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. മെറ്റീരിയൽസ് ഒക്കെ പഠിച്ചു, വൈവ അറ്റൻഡ് ചെയ്തു, വർക്കുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റി. എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. വീടെത്തിയപ്പോ 11:30 മണിയായി രാത്രി. അപ്പൊ വന്നവരായാലും എന്നെ മാത്രം കണ്ടില്ല. അങ്ങനെ എന്നെ അങ്ങനെ ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. അയ്യോ, എനിക്ക് മിസ് വലിയ പുള്ളിയാ. ഞങ്ങളൊക്കെ മിസ് ചെയ്തത്. ഓക്കെ, നമുക്ക് കോൺവെക്കേഷൻ മീറ്റ് ചെയ്യാലോ. അപ്പൊ സംസാരിക്കാം. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. See you on the next class. Okay, bye. Okay ma'am, thank you so much ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you ma'am.